അതായത് കറക്റ്റ് പറഞ്ഞ പൈസ തരില്ല. അതാണ് സിനിമ. അത് തരും എപ്പോഴാണെന്നറിയാം, നമുക്കൊരു ഹോൾ ഉണ്ടാവുമല്ലോ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാർസ് ഒക്കെ ചെയ്യുന്നത്. തരാം, ചെയ്യാം, അത്രേ ഉള്ളൂ. ആ ആറ്റിറ്റ്യൂഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തില്ല. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാള് ഇങ്ങനെ, ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോയപ്പോ പുള്ളി എന്നെ ഇങ്ങനെ ഇത് മറ്റേ വേട്ടയത്തെ, ഞാൻ പറഞ്ഞു വേട്ടയാരോ? അല്ല ചേട്ടാ, അല്ല, ആള് മാറി. ഞാൻ കേട്ട് മടുത്തു. ജോൺ കൈപ്പള്ളി എന്ന് പറയും. ഇപ്പം മറ്റേ പുള്ളി ഇത് മാസ്റ്റർ പീസ് ഏത് പടത്തിലാടാ, അതാണ് ഇപ്പൊ ഞാൻ ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, അത് മാറും. ഇപ്പം നമ്മൾ ഒരുപാട് കേട്ട് വരുന്ന ഒരു ടേം കൂടെയാണ് സ്ട്രഗ്ലിംഗ് ആക്ടർ. അങ്ങനെ കേട്ടവര് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ആണ്. എനിക്കൊന്നും എല്ലാ ആൾക്കാരും സ്ട്രഗ്ലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കൈപ്പള്ളി അതെ, ഒരു പരിപാടി ഉണ്ട്, നീ ആ താടി വളർത്തേക്കുന്ന കട്ടി കേട്ടില്ലോ, എന്നാ ഇങ്ങോട്ട് വാ, ഒരു പടത്തിന്റെ ഓഡീഷൻ ഉണ്ട്, നീ പറഞ്ഞു. എടാ അതെ, ഓഡീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിന്നെ അഭിനയിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല, ചേട്ടാന്ന് വിളിച്ച് നടക്കൂല എന്ന് പറഞ്ഞു. പോയി. ഈ സ്റ്റാർട്ടിംഗ് ടൈമിൽ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ വേണ്ട രീതിയിലുള്ള റെമ്യൂണറേഷൻ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു? അത് കണക്കാണ്, ആസ് യൂഷ്വൽ ഇപ്പോഴും അതേപോലെ. നമ്മളൊന്ന് ചോദിക്കും, നമ്മളൊന്ന് പറയും, ഒന്ന് ഫിക്സ് ആവും, അത് കിട്ടില്ല. അത് എപ്പോഴും ഉള്ളതാണല്ലോ. അത് നമ്മുടെ ഇൻഡസ്ട്രി മാത്രമുള്ള ഒരു പരിപാടിയാണ്. ഡെയിലി അല്ലെന്നുണ്ടെങ്കിൽ ഡെയിലി ജോബ് പോകുന്ന ഒരു മന്ത് എൻഡ് കിട്ടുന്ന ഒരു സാലറി പോലെ പരിപാടിയല്ല. അത് അന്ന് പോലെ ഫേസ് ചെയ്യുന്ന കാര്യം, അത് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാലോ ഒരു മാറ്റമില്ല, തന്നെ ആവർത്തനം കിട്ടും. എന്നല്ലേ നമ്മള് കിട്ടും, നമ്മൾ പറഞ്ഞൊരു ഉറപ്പിച്ചൊരു പരിപാടി നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ പല ആൾക്കും ബുദ്ധിമുട്ടാണ്. പല ആൾക്കാരും ബുദ്ധിമുട്ട് പറയുന്നത് വേറെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ ചോദിച്ചു വാങ്ങുമ്പോൾ ഞാൻ കൊള്ളാത്ത ആളാവും. അങ്ങനെയാണല്ലോ. എന്നെ മിക്ക ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇഷ്ടമെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന അറിയാലോ, ഓപ്പൺലി പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ അതിനെപ്പറ്റി വിട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാവും. ഇമോഷണലല്ല, കോമഡിയാണ്. ഉമ്മയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, അതായത് കറക്റ്റ് പറഞ്ഞ പൈസ തരില്ല. അതാണ് സിനിമ. അത് തരും എപ്പോഴാണെന്നറിയാം, നമുക്കൊരു ഹോൾ ഉണ്ടാവുമല്ലോ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാർസ് ഒക്കെ ചെയ്യുന്നത്. തരാം, ചെയ്യാം, അത്രേ ഉള്ളൂ. ആ ആറ്റിറ്റ്യൂഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തില്ല. അവരെയൊക്കെ തോപ്പിക്കണം. അപ്പൊ അതിലോട്ട് എത്താനായിട്ട് ഇനി വരുന്ന പ്രോജക്ട്സ് ഒക്കെ ഹെൽപ്ഫുൾ ആകുമോ? ഉറപ്പായിട്ടും നമ്മൾ ഓരോന്ന് ചെയ്യുന്നതും ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. ഉറപ്പായിട്ടും ഹെൽപ്പ് ആവും. പക്ഷെ വർഷങ്ങളായിട്ട് ഇപ്പം ആൻമരിയ തുടങ്ങി ഇപ്പം അമരൻ വരെ നോക്കിയാലും ലുക്കിൽ അങ്ങനെ വലിയ വ്യത്യാസം നമുക്ക്, അതായത് കാണുമ്പോൾ അങ്ങനെയല്ല, മമ്മൂക്കയുടെ പറയുന്നല്ലേ ഏജ് ആവുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പുറമെ കാണുമ്പോൾ ചർമ്മം കണ്ട പ്രായം തോന്നില്ല എന്ന് പറയുന്നല്ലേ, നമുക്ക് അത്ര ഏജ് ആവുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പം ഫിറ്റ്നസ് അത്ര ശ്രദ്ധിക്കുന്നുണ്ടാണ്. ഇടയ്ക്ക് മറ്റേ സിക്സ് പാക്ക് ഒക്കെ കളഞ്ഞു നിന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഫിറ്റ്നസ് ഞാൻ ആ സമയത്ത് സിക്സ് പാക്ക് ഒക്കെ കളഞ്ഞു ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നടക്കാൻ പോവും, ഓടാൻ പോവും. പിന്നെ ഞാൻ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഞങ്ങളുടെ സിനിമട്രി ക്രിക്കറ്റ് ലീഗിൽ കളിക്കുന്ന, മെയിൻ ലീഗ് അല്ല, കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇന്നും കൂടെ കളി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മാച്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം കളി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു US പരിപാടി വന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് ട്രിമ്മാണ്. അപ്പം ഞാൻ ട്രിം ആയിക്കൊണ്ടിരിക്കുക, വണ്ണം കുറച്ചുകൊണ്ടിരിക്കുക. പഴയ ഭയങ്കര മസ്കുലർ ശരീരമല്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മസ്കുലർ ആണെന്ന് തോന്നില്ലല്ലോ. പക്ഷെ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടു വെച്ചിട്ടുള്ളതായതുകൊണ്ട് ഒരു ഇമേജ് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ പഴയ എന്റെ ഒരു 10 വർഷം മുമ്പത്തെ ഒരു വെയിറ്റ് ആയി. ഇപ്പൊ ഞാൻ നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു, ഒരു 10 കിലോ. 10 കിലോ എത്ര മാസം കൊണ്ടായിരുന്നു കുറച്ച്? 3-4 മാസമായി. 6 മാസമായി. 6 മാസം കൊണ്ട് 10 കിലോ. ഇനിയും ആ ഷൂട്ടിന് 2 മാസം ഉണ്ടല്ലേ? ഇനിയും ഡിസംബറിലാണ് അതിന്റെ പരിപാടി. അടുത്ത മാസമാണ് അതിന്റെ ടെസ്റ്റ് ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് കിട്ടും, ഉറപ്പാണ്. ഈ ഒരുപാട് കേട്ടിട്ടുണ്ടാവും റാണ ദഗുബട്ടിയുടെ ഒരു ഫേസ് ചായ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടാവോ? ക്യാമറമാൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അവനെ വന്ന ഉടനെ ചോദിച്ചു, ഞാൻ പലയിടത്തും കേൾക്കുന്ന കാര്യം, ബാഹുബലിയിലെ വില്ലനല്ലേ? എന്നോട് കഴിഞ്ഞ ദിവസം ഒരാള് ഇങ്ങനെ, ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോയപ്പോ പുള്ളി എന്നെ ഇങ്ങനെ ഇത് മറ്റേ വേട്ടയത്തെ, ഞാൻ പറഞ്ഞു വേട്ടയാരോ? അല്ല ചേട്ടാ, അല്ല, ആള് മാറി. ഞാൻ കേട്ട് മടുത്തു. പലരെ പറ്റി പറയാറുണ്ട്. അപ്പൊ ഇന്ന ആളെ പോലുണ്ട്, ഇന്ന ആളെ പോലുണ്ട്. അത് കേട്ട് ആ പരിപാടി മാറണം. പക്ഷെ സിമിലാരിറ്റീസ് ഉണ്ട്. ഈവൻ ഫേസിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ പോലും ഏകദേശം അങ്ങനെ. അതെന്താണെന്നറിയോ, ഇപ്പം റാണയാണല്ലോ. ഇപ്പം റാണയ്ക്ക് ഭയങ്കര ഇന്ത്യ വേൾഡ് വൈഡ് റാണയെ അറിയാം, ഫേസ് അറിയാം. അപ്പൊ അതുപോലെ ഇരിക്കുന്ന ഒരാള് എന്നുള്ളൂ. എന്റെ ഫേസ് റാണയെ പോലെ അല്ലെങ്കിൽ റാണയെ പോലെ എന്റെ കരിയർ അതുപോലെ ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ വഴിയില്ല. ഉണ്ടാവും? ഇല്ല.
ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ആൾക്ക് തെറ്റത്തില്ല. ഒന്നല്ലെങ്കിൽ ഞാൻ ജോൺ കൈപ്പള്ളി എന്ന് പറയും. ഇപ്പം മറ്റേ പുള്ളി ഇത് മാസ്റ്റർ പീസ് ഏത് പടത്തിലാടാ, അതാണ് ഇപ്പൊ ഞാൻ ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, അത് മാറും. പറയുന്നത് പറയട്ടെ. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എനിക്കത് ഭയങ്കര ഒരു സുഖമില്ലായ്മയാണ്. കാരണം നമുക്കൊരു ഐഡന്റിറ്റി ആയി പോകില്ലേ പോലെ. പല നമ്മുടെ മലയാളം പടത്തിലുള്ള പല ആർട്ടിസ്റ്റിനെ പറ്റി സണ്ണി വേനെ പോലുണ്ടെന്ന് പറയാറുണ്ട്. ആൻമരിയയിൽ 2 സണ്ണി വേനോ എന്നൊക്കെ ചോദിച്ചാൽ അത് അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സണ്ണിച്ചനൊക്കെ എൻ്റെ അടുത്ത സുഹൃത്താട്ടോ. ആൻസൺ പോളിനെ പറ്റി പറയാറുണ്ട്. എൻ്റെ അടുത്ത് ആൻസൺ പോളല്ലേ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആൻസൺ പോളിനെ എടുത്ത് ചോദിച്ചിട്ട് ജോൺ കൈപ്പള്ളില്ലേ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കുറച്ചാൾ മുമ്പ് ഞാൻ ആൻമരിയ പടം കഴിഞ്ഞിട്ട് ഞാനും ആൻസണും കൂടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുവാ. അപ്പൊ ഞാൻ ആൻസൺ പെണ്ണി നടന്നു പോയി. അപ്പൊ ഞാൻ കുറച്ച് ഫാൻസിന് അവനെ പിടിച്ച് ചേട്ടാ പടം പോയിട്ടിരിക്കുന്നു നന്നായിട്ട് നല്ല വില്ലന്നൊക്കെ പറഞ്ഞ കുറച്ചേരം അവിടെ നിന്റെ അടുത്തേക്കട്ടെ ഇപ്പുറത്തും തീർത്ത് വന്നിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. അതെന്താ പറയാ, കുറച്ചുകൂടെ നമ്മൾ റീച്ച് ആയിട്ടില്ല. ഇപ്പോഴും ഞാൻ റീച്ച് ആയിട്ടില്ല. റീച്ച് ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ലല്ലോ. ഇപ്പോഴും ഒരു സ്ട്രഗ്ലിംഗ് ആക്ടർ ആണ്. സ്ട്രഗ്ലിംഗ് ആക്ടർ ഇപ്പം നമ്മൾ ഒരുപാട് കേട്ട് വരുന്ന ഒരു ടേം കൂടെയാണ് സ്ട്രഗ്ലിംഗ് ആക്ടർ. അങ്ങനെ കേട്ടവര് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ആണ്. എനിക്കൊന്ന് എല്ലാ ആൾക്കാരും സ്ട്രഗ്ലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാർ വരെ സ്ട്രഗ്ലിംഗ് ആണ് ഉറപ്പായിട്ടും. നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടി ഒരു സ്ട്രഗ്ലിംഗ് ആണ്. ഇല്ല, നല്ല സ്ക്രിപ്റ്റ് കിട്ടാൻ വലിയ പാടാണ്. ഇപ്പൊ സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഒരു ഫസ്റ്റ് എൻട്രി കിട്ടി സിനിമയിലോട്ട്, അവിടുന്ന് കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്തു. പക്ഷേ സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യാ എന്ന് പറയുന്നത് ഞാൻ കേട്ടിടത്തോളം അതാണ് കുറച്ചും കൂടെ കഷ്ടപ്പാട് നിറഞ്ഞൊരു ഏരിയ. അപ്പൊ ജോൺ ചേട്ടനെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് സിനിമയിൽ പിടിച്ച് നിൽക്കുന്നത്? എങ്ങനെയാണോ സിനിമയുള്ള ആഗ്രഹം മാത്രം പിടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോട് കുറേ കാര്യങ്ങൾ സിനിമക്കാർ തന്നെ. അപ്പം അവന്മാർ ചില ആൾക്കാർ ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചുറ്റും ഞാനിപ്പോൾ എൻ്റെ കൊച്ചിയിലെ സുഹൃത്തുക്കൾ കൂടുതൽ സിനിമക്കാരാണ്. സിനിമക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ ഉള്ള എൻ്റെ ബാച്ച് ഓഫ് സിനിമക്കാരാണ്. ചന്തു ഒക്കെ, അരുൺ ചന്തു എൻ്റെ അടുത്ത സുഹൃത്താണ്. പിന്നെ ആനന്ദ കൃഷി ആട്ടത്തിൻ്റെ പുള്ളി എൻ്റെ അടുത്ത സുഹൃത്ത്. ഇപ്പോഴും കണ്ട ഒരു 13 വർഷം 14 വർഷം പഴക്കമുണ്ട് ആ ഫ്രണ്ട്ഷിപ്പിന്. അപ്പം അന്നൊന്നും ഞങ്ങളൊന്നും സിനിമക്കാരൊന്നും ആയിട്ടില്ല. അപ്പം അന്ന് മുതലുള്ള എല്ലാവരും സിനിമ ആയിരുന്ന എല്ലാവരുടെയും വിഷയം. അപ്പം മിഥുൻ ചേട്ടൻ എൻ്റെ സുഹൃത്താണ്, മിഥുൻ മാനുവല്. പുള്ളി ഞങ്ങൾ ഒരുമിച്ച്, പക്ഷെ പുള്ളി ഞങ്ങളെക്കാട്ടും മുന്നേ ചിന്തിച്ചു തുടങ്ങി. കുറച്ച് സീനിയറാണല്ലോ. അല്ല, ആൻമരിയായിട്ടുള്ള ഒരു എൻട്രി എന്ന് മാത്രം പറയാം. പുള്ളി ഒരുമിച്ച് ആവശ്യപ്പെട്ടുണ്ടെങ്കിലും പുള്ളി പറഞ്ഞടാ കൈപ്പള്ളി അതെ ഒരു പരിപാടി ഉണ്ട്, നീ ആ താടി വളർത്തേക്കുന്ന കട്ടി കേട്ടില്ലോ, എന്നാ ഇങ്ങോട്ട് പോവാ, ഒരു പടത്തിന്റെ ഓഡീഷൻ ഉണ്ട്, നീ പറഞ്ഞു. എടാ അതെ ഓഡീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിന്നെ അഭിനയിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല, ചേട്ടാന്ന് വിളിച്ച് നടക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി പരിപാടി ഓഡീഷൻ ചെയ്തു. എന്നെ തോർത്ത് പറഞ്ഞു നീ വലിയ നടനൊന്നുമല്ല, പക്ഷെ നിന്നെ കൊണ്ട് ഞാൻ ജയിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ആൻമരിയയിലേക്ക് ഞാൻ എടുക്കുന്നത്. അങ്ങനെയാണ്. സുഹൃത്താണെങ്കിലും പടം നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ വിളിച്ച് അഭിനയിച്ച് ബോറാക്കി ഞാൻ ബോറാവൂല്ലോ. ഒബ്വിയസ്ലി ഓൾറെഡി മിഥുന്റെ പടത്തിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മിഥുന്റെ രണ്ടാമത്തെ പടം, എന്റെ മിഥുന്റെ രണ്ടാമത്തെ പടം തന്നെ ആടിറ്റു. പുള്ളി അങ്ങനെ ഇടയ്ക്ക് വിളിക്കാറില്ല. പുള്ളി ഞാൻ വിളിച്ചതല്ല, ആട് 3 അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ വിളിച്ചു. പുള്ളി പറഞ്ഞു വിളിക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, പടത്തിലില്ല, ബാക്കി കുറെ പേര് വിളിച്ചു. എന്നാ ചേട്ടാ ഞാനുണ്ട്, ഞാൻ റെഡിയാണ് നിങ്ങൾ പറഞ്ഞത്. നോക്കട്ടെ എന്ന് കാട്ടിയിട്ട് അടുത്ത. ഇപ്പം അരുൺ ചന്തുവിനെ പറ്റി പറഞ്ഞു. ഇപ്പം മലയാളത്തില് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ നോർമൽ സിനിമകളിൽ നിന്ന് മാറ്റി ചിന്തിച്ച ഒരു സിനിമയായിരുന്നു ഗഗനചാരി. ആ സിനിമയുടെ ഭാഗമാവാനും പറ്റിയായിരുന്നു. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രൊഫഷണലിസത്തിലോട്ട് വന്നപ്പം എങ്ങനെയായിരുന്നു? ചന്തു ഭയങ്കര കൂളാ. ചന്തുവിനെ ഇപ്പൊ പരിപാടിക്ക് വിളിച്ചപ്പോൾ തന്നെ എന്നോട് ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പരിപാടിക്ക് വിളിച്ചു, ലോക്ക്ഡൌൺ സമയത്താണ് പോയി ചെയ്തത്. ഒരു കുഞ്ഞു പടമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം അവനോട് പറഞ്ഞു കാര്യം പറഞ്ഞടാ, നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഞാൻ മൊത്തം അവൻ പറഞ്ഞ പോലെ ചെയ്തത്. പക്ഷെ അവൻ പറഞ്ഞതിന്റെ പകുതിയോളം ചെയ്യാൻ പറ്റുമ്പോൾ എനിക്കറിയത്തില്ല. കാരണം എനിക്ക് ആദ്യം ചെന്നപ്പം, കാരണം സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ വേറൊരു പരിപാടിയല്ലേ, തന്നെ എല്ലാ ഫ്യൂച്ചറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എല്ലാ ഭാവമൊന്നും കത്തിയില്ല. പിന്നെ ഞാൻ ചന്തു അല്ലേ പറയുന്നത്, അപ്പം അവൻ പറയുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ ചെയ്തു. എനിക്കറിയില്ലായിരുന്നു. പടം വന്നു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും ഭയങ്കര നല്ല അഭിപ്രായം, ചേട്ടാ ഇതുവരെ കാണാത്ത ചേട്ടനെ കണ്ടു പല ആൾക്കാരും പറഞ്ഞു. അപ്പം ഞാൻ ഹാപ്പിയാണ്. ഡയറക്ടർ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും എനിക്കറിയില്ല, ഡയറക്ടർ പറഞ്ഞതിന്റെ ഒരു പകുതിക്ക് എത്തിയിട്ടില്ല. അത് ചന്തുവിന്റെ മുഖത്തോട്ട് അല്ല, അങ്ങനെയാണല്ലോ ഓഡിയൻസിന് ഓക്കെ ആയിരിക്കും. അങ്ങനെ ആവട്ടെ. ഞാൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല.
ലൈക് ഉദ്ദേശിച്ച സാധനം കിട്ടിയതായിട്ടാണ് തോന്നിയത്. ഉദ്ദേശം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്ക് തോന്നല്. അപ്പൊ അടുത്ത പരിപാടി വരുന്നുണ്ട്, അതിന്റെ പ്രീക്കിൽ വരുന്നുണ്ട് മണിയൻ ചുറ്റപ്പൻ. അതിനകത്ത് എന്റെ ഈ സെയിം ക്യാരക്ടർ തന്നെ ഉണ്ടാവും. പിന്നെ പടം ഗംഭീര പടമായിരിക്കും. ഇത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇല്ല, അത് സുരേഷ് ഗോപി സാറിന്റെ ഡേറ്റ്സ് എന്തോ കുറച്ച് മുന്നോട്ടാണ് കണ്ട. അപ്പൊ അത് വെച്ചിട്ട് പരിപാടി പടം, അത് ഗംഭീര പരിപാടിയായിരിക്കും പിന്നെ ഗഗനയാരി ഒന്ന് ഇട്ട് കൊടുത്ത് സാമ്പിളാണ്. ഇനിയും വേറെ പരിപാടികൾ വരുന്നുണ്ട്. അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോ തന്നെ നമുക്കൊരു ഇല്ലേ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും പരിപാടിയായിരിക്കും. നമ്മുടെ ആടിന്റെ ഒക്കെ ഒരു റെവല്യൂഷൻ പോലെ ആയിരിക്കും സംഭവിക്കും എന്ന് വിചാരിക്കട്ടെ. പക്ഷെ ഈ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു സിനിമയായിരുന്നു. സൈഫൈ പടങ്ങൾ നമ്മുടെ പടങ്ങൾ ഇവിടെ വന്നിട്ടില്ല, ഇവിടെ അങ്ങനെ പടങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പടം ഒന്ന് ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവും, ആൾക്കാരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോ, എത്ര പേര് മീൻസ് ഏത് കാറ്റഗറി അക്സെപ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല. തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വേറെ രീതിയിലെടുത്തു, ആൾക്കാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു ഫിലിമുകളുടെ ഭാഗമാവണം ആഗ്രഹിക്കുന്നു. പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ അമരൻ കണ്ടില്ലേ, അമരൻ ഞാൻ ചെന്ന് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ തോന്നി, മോനെ എന്റെ ക്യാരക്ടർ എന്തായാലും കുഴപ്പമില്ല, പടം ഹിറ്റ് എന്ന് നമുക്ക് തോന്നുന്നൊരു ചില സമയങ്ങളുണ്ടാവും. ഡയറക്ടർമാരുടെ പരിപാടി കാണുമ്പോൾ, ചില ക്യാമറ വർക്കുകൾ കാണുമ്പോൾ, ചില നടന്മാരുടെ അഭിനയം കാണുമ്പോൾ, ചില സെറ്റപ്പ് കാണുമ്പോൾ. അപ്പോൾ എനിക്കത് ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ തോന്നി പടം അടിക്കും ഉറപ്പായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് കുറച്ചുകൂടി പറഞ്ഞിരുന്നു, പടം റിലീസായ തലേദിവസം പറഞ്ഞാൽ പടം ഹിറ്റായിരിക്കും. ഞാൻ അങ്ങനെ ചില പടങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ആൻമരിയൊക്കെ ഞാൻ പേടിച്ചായിരുന്നു, കാരണം എനിക്ക് അറിയത്തില്ല, ഫസ്റ്റ് പടമല്ലേ. ആൻമരിയൊക്കെ പിറ്റേ ദിവസം എന്താവും ചേട്ടാ ഓക്കെയാണോ, പടം പൊട്ടിയാൽ നീയും പോയി ഞാനും പോയി വിട്ടോ ചേട്ടൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ പടത്തിന്റെ തലേദിവസം എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പടം ഉണ്ട്, പടം ഹിറ്റാണ്. ഇപ്പം അമരൻ കഴിഞ്ഞപ്പോൾ തമിഴിൽ നിന്നുള്ള അടുത്ത അവസരങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇപ്പോൾ ആക്ച്വലി അമരന് മുന്നേ തന്നെ അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ എനിക്ക് വേറൊരു പരിപാടി വന്നിരുന്നു. ഒരു നല്ലൊരു സ്റ്റാറിന്റെ ഒരു പരിപാടിയിൽ വന്നിട്ടുണ്ട്. അതുവരെ രണ്ടാമത്തെ വിളി വന്നില്ല, ഓഡീഷനൊക്കെ കഴിഞ്ഞിരിക്കുക. ചിലപ്പം പോവായിരിക്കും. പുറത്തുവരാൻ പറ്റില്ലല്ലോ സ്റ്റാർ ആരാണെന്ന്. സ്റ്റാർ കാർത്തി പറ്റില്ലായിരുന്നു. ഞാൻ എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റ് നമുക്ക് അത്ര ഹോൾഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോ ഇനി വരാനിരിക്കുന്നു. അല്ല അതറിയില്ല, അത് കുറച്ചാളായി വിളിച്ചിട്ട്. അപ്പം ഇനിയും അതിനും വേറെ ആദ്യം സെറ്റ് ആയെന്ന് അറിയില്ല. ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല, ഫോളോ അപ്പ് ചെയ്തിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം നോർമലി കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്നാലും ഈ മലയാളം ഇൻഡസ്ട്രിയിലും തമിഴിലും വർക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു ഡിഫറൻറ്റ് മലയാളം ആൻഡ് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഡിഫറൻസ് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? സ്കെയില് ഭയങ്കര വലുതായിരിക്കുമല്ലോ. നമ്മുടെ മലയാളം പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതാണ്, അവിടുത്തെ ഓഡിയൻസ് വലുതാണ്, തമിഴ്നാട് വലുതാണല്ലോ. അപ്പം സിനിമ ഇൻഡസ്ട്രി വലുതാണ്. അപ്പോൾ അതിനായിട്ടുള്ള സ്കെയില് ഭയങ്കരമായിരുന്നു. വലിയ പടമല്ലേ ഷൂട്ട് ചെയ്തത്. അമരെന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര കോടിയാണെന്ന് അറിയില്ല, ഒരുപാടായിട്ടുണ്ടാവും, നല്ലൊരു പൈസ ആയിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കര സ്കെയിലായിരുന്നു. ഒരു വർഷം എടുത്തു ഷൂട്ട് ചെയ്യാൻ. മെയ് 1-ാം തീയതി 2-ാം തീയതി ഷൂട്ട് തുടങ്ങി. ഫസ്റ്റ് ഡേ ഞാൻ ഉണ്ടായിരുന്നു, തീരുന്ന ദിവസം ഞാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ മെയില് 2024 അല്ലേ, 24 മെയില് വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയിരുന്നു. അപ്പോൾ ഒരു വർഷം എടുത്തു ഷൂട്ട്. ഒരു വർഷം ഒരു പടം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പരിപാടി എനിക്ക് തോന്നുന്നില്ല, മലയാളം പരിപാടി അങ്ങനെ കുറവാണെന്ന് തോന്നുന്നു. ഇപ്പൊ ലൂസിഫർക്ക് ഉണ്ടാവും. അപ്പൊ അത്രയും വലിയ പരിപാടിയല്ലേ. അപ്പം മലയാളത്തിന്റെ വെച്ച് നോക്കുമ്പോൾ ഇത് അവിടെ സാധാരണ ശിവകാർത്തികേയൻ, വിജയ് സാറിന്റെ പടം, അങ്ങനത്തെ പടം വലിയ പടമല്ലേ, ബിഗ് വലിയ പരിപാടി, ഒരു 10-20 ക്യാരവൻ. അപ്പോൾ വലിയ പരിപാടി, വലിയ സ്കെയില്, വലിയ നല്ല ക്യാമറ യൂണിറ്റ്സും വലുതാണ്. ഇത്രേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മൾ ചെറിയ പരിപാടി വെച്ചിട്ട് നമ്മളെ പരിപാടി അടിച്ചോണ്ടിരിക്കല്ലേ. ഇനി ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പൊ സിനിമ കണക്ഷൻസും അങ്ങനെയൊക്കെ പറഞ്ഞു, ഇനിയും കൂടെ വർക്ക് ചെയ്ത് ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തു. ഞാൻ ആക്ടേഴ്സിന്റെ ആയാലും ഡയറക്ടേഴ്സിന്റെ ആയാലും കൂടെ വർക്ക് ചെയ്യണം എന്ന് താല്പര്യമുള്ള ഒരു ടീം ഉണ്ടാവും, സിനിമ ടീം ഉണ്ടാവില്ലേ? എനിക്ക് ലാലേട്ടനോട് വർക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹം. മമ്മൂക്ക എത്തി, ലാലേട്ടനിലോട്ട് എത്തി. അല്ല എത്തിയതായിരുന്നു. എനിക്കൊരു പടം വന്നിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പടം ചെയ്യാൻ, പക്ഷെ എനിക്ക് ലാലേട്ടനോട് ചെയ്യണം ഭയങ്കര ആഗ്രഹം. പിന്നെ അത് നമ്മുടെ ഡ്രീമാണ്. ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഡ്രീമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സൈറ്റ് ആണ്. മമ്മൂക്കയുടെ പടം എപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഓടും. ഇന്നല്ലോ ആ മമ്മൂക്കയുടെ പടമല്ലേ, ലാലേട്ടൻ്റെ പടം ഒന്നും നോക്കില്ല. അന്ന് എനിക്ക് ചെയ്യാൻ പറ്റാത്ത വിഷമം ഇപ്പോഴും ഉണ്ട് എനിക്ക്. അത് തോന്നുന്നുണ്ട്. പിന്നെ വേറെ ബാക്കി എല്ലാ ആർട്ടിസ്റ്റിനോട് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഞാൻ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും പടങ്ങളുടെ CD ഒരുപാട് കളക്ട് ചെയ്ത് റിപ്പീറ്റഡ്ലി അങ്ങോട്ടും മാറി കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പം പിന്നെ അവർ തന്നെയാണ്. ഈ സിനിമകളുടെ കൂടെ തന്നെ ഷോർട്ട് ഫിലിംസും ചെയ്യുന്ന ഒരാൾ കൂടെയാണ്.
പിന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പലരും സിനിമയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് ഫിലിംസിലോട്ട് തിരിച്ചു പോകാൻ മടിക്കുന്നതാണ്. പല ആൾക്കാരും എൻട്രി നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സിനിമയിലോട്ട് എത്തുന്നവരുണ്ട്. പക്ഷെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പലർക്കും ഒരു മടിയാണ്, ഷോർട്ട് ഫിലിം ചെറിയ പരിപാടി അല്ലേ എന്നൊക്കെ വിചാരിച്ച്. ഷോർട്ട് ഫിലിംസിനോടുള്ള ഒരു അപ്രോച്ച് ആസ് ആൻ ആക്ടർ എങ്ങനെയാണ്? ഷോർട്ട് ഫിലിം ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും നല്ല പരിപാടി ഞാൻ ചെയ്യും, ഞാൻ റെഡിയാണ്. നമ്മൾ അഭിനയിക്കാൻ വന്നതാണല്ലേ, അതുപോലെ എന്ത് പരിപാടിയും അഭിനയിക്കുന്നത് വെച്ചാൽ മെയിൻ സ്ട്രീമിലേക്ക് വരാൻ നിൽക്കുന്നത്. അപ്പൊ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം തന്നെയാണ്, യൂട്യൂബിലേക്ക് വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിലേക്ക്, അത് മെയിൻ സ്ട്രീം അല്ലേ. അപ്പോൾ ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യാൻ റെഡിയാണ് ഞാൻ, നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും. പിന്നെ പല ആൾക്കാരും ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഡേറ്റ്സ് ഉണ്ടാവില്ല, പിന്നെ അവര് സിനിമയ്ക്കകത്ത് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ ഇവിടെ കിട്ടണമെന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചെയ്യാത്ത. അല്ലാതെ ഷോർട്ട് ഫിലിം ഏതെങ്കിലും ഒരു ചെറിയ പരിപാടി, ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പോൾ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ RJ ഷാൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രേമത്തിലെ ഹീറോയിൻ അനുപമയും പിന്നെ എനിക്കൊന്നു വേറൊരു ആക്ടറുണ്ട്, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അതെനിക്ക് കാരണം അത് ഷോർട്ട് ഫിലിമാണ്, അതെന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്നല്ല, ഒരുപാട് ഷോർട്ട് ഫിലിം ഉണ്ട്. ഷോർട്ട് ഫിലിം നല്ലതൊന്നും നമുക്ക് ചെയ്യാമല്ലോ, ഷോർട്ട് ഫിലിം ഒന്നുമില്ല, 5 മിനിറ്റ് വീഡിയോ ചെയ്യാം. പുതിയൊരു സിനിമയോട് ഒരുപാട് താല്പര്യമുള്ള ഒരു പുതിയ ടീം വന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കഥയാണെങ്കിൽ ചെയ്യോ? ഉറപ്പല്ലേ, അതെന്ത് ചോദ്യമാ, എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ലത്, വലിയ ആൾക്കാരുടെ. പലരും എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല പരിപാടിയാണ് ഉറപ്പായിട്ടും ചെയ്യും. എത്ര പുതിയ ആൾക്കാരെ നല്ല പരിപാടി, ചില ആൾക്കാർ എത്ര ചില കഥകൾ ഞാൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്, അതിന്റെ പല പല പോസ്റ്ററും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് പടം വിട്ടിട്ടുണ്ട്, എന്നെ നായകനാക്കി ഒരുപാട് പടങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പിടിക്കാൻ നിന്നത് കാരണം നായകൻ എന്ന് പറഞ്ഞാൽ പരിപാടി എന്ന് പറഞ്ഞാൽ വലിയൊരു പരിപാടിയാണ്. ഒരു പടം മൊത്തത്തിൽ ലീഡ് ചെയ്ത് പോവാ, ഒരു പടത്തില് അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് നല്ല വൃത്തിയായിട്ട് ചെയ്യണം. അത് ഇപ്പം ഞാൻ വൃത്തിയായിട്ട് ചെയ്യാൻ കോൺഫിഡൻറ്റ് പോയി, പക്ഷെ പരിപാടി അറിയാത്ത ഡയറക്ടറാണെങ്കിൽ എന്ത് ചെയ്യും? പരിപാടി അറിയുന്ന ഡയറക്ടറാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിലവെക്കും, നിന്നു കൊടുക്കും, ചെയ്യിപ്പിക്കുന്ന പറയും. ഈ നായക വേഷങ്ങൾ ചെയ്യാനാണോ അതോ ക്യാരക്ടർ റോൾസ് കൂടുതൽ കിട്ടിയ അത് ചെയ്യാനാണോ അതോ വില്ലൻ വേഷങ്ങൾ കിട്ടിയാൽ അത് ചെയ്യാനാണോ? എനിക്ക് അഭിനയിക്കാനാണ് ആഗ്രഹം, അങ്ങനൊന്നുമില്ല. നായകൻ ഉറപ്പായിട്ടും നല്ല കാര്യമല്ല, എനിക്ക് ഇഷ്ടമുള്ളതാണ്. നായകൻ കിട്ടിയ നായകൻ തലവേദന കൂടുതലാണ്, ടെൻഷൻ കൂടുതൽ. ക്യാരക്ടർ വേഷമാണ് നമുക്ക് ടെൻഷൻ ഇല്ലാത്ത പരിപാടി, പക്ഷെ ടെൻഷൻ എടുക്കാൻ ഇഷ്ടം. ടെൻഷൻ വേണം, ടെൻഷൻ ഇല്ലാണ്ട് എന്തോ ലൈഫ് മുന്നോട്ട് പോകാൻ ഒരു സുഖമില്ലല്ലേ. അങ്ങനൊന്നുമില്ല, ഏത് നല്ല പരിപാടി വന്നാലും വില്ലനായാലും. ഇപ്പൊ ഞാൻ കന്നഡ പരിപാടി ചെയ്തു, ലീഡാണ് ചെയ്തത്, ലീഡ് നെഗറ്റീവാണ്. പടത്തില് പോസിറ്റീവ് നായകനില്ല അതിനകത്ത്. അപ്പൊ ഞാൻ അതിനകത്ത് എന്നെ ഡയറക്ടർ ഓർഡർ ടീം ഹീറോ വന്നിട്ട് ഹീറോ, അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂർ ഷൂട്ട്. അപ്പം ഞാൻ പടത്തിൽ നായകനാണ്, പക്ഷെ പ്രതിനായകൻ, നായകനില്ല പടത്തിൽ. അപ്പൊ അതും ചെയ്തു. അങ്ങനൊന്നുമില്ല, ഏത് പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ റെഡിയാണ്. ചെറുതാണെങ്കിലും ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് 1-2 കുഞ്ഞു കുഞ്ഞു പരിപാടിയൊക്കെ ചെയ്തായിരുന്നു. ഷെയിൻ്റെ ഒരു പടത്തിൽ ചെയ്യായിരുന്നു, എന്താ അത് കുറെ ട്രോളൊക്കെ വന്നായിരുന്നു, അതായത് ലിറ്റിൽ ഹാർട്ട്സിൽ ചെയ്തായിരുന്നു. അപ്പൊ അത് ഞാൻ ചെയ്യാത്ത പരിപാടി, അത് കുറച്ച് ചിരിച്ചിട്ട് സ്മൈൽ ചെയ്തിട്ടൊക്കെ പരിപാടി, എനിക്കത് ഇഷ്ടമാണ്, അത് ചെയ്യാം. അപ്പം അങ്ങനൊന്നുമില്ല, നല്ല പരിപാടി ചെയ്യാം, ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന പരിപാടികൾ ചെയ്യാം. കിട്ടുന്ന സ്ക്രീൻ ടൈമിലല്ല ചെയ്യുന്ന. അതിനോടാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയായിരുന്നു, കുറെ നേരം നിന്ന് പരിപാടി ഇല്ല കാര്യം. 5 മിനിറ്റ് വന്നു പോകുന്ന ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു പോകുന്നുണ്ട്, അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ. അപ്പൊ അങ്ങനെ പറയിപ്പിക്കണം, അതാണ് എന്റെ ആഗ്രഹം. നടക്കും. ഇപ്പൊ ഇവിടെ വരെ എത്തിയില്ലേ, ഒരു അതായത് സിനിമ ബാക്ക്ഗ്രൗണ്ടോ അധികം കണക്ഷൻസോ ഇല്ലാതിരുന്ന കൊച്ചിയില് സിനിമയ്ക്ക് വേണ്ടി സിനിമ ആഗ്രഹിച്ച് കൊച്ചിയിൽ തന്നെ വന്നേട്ടോ. കൊച്ചിക്ക് വരണമെന്നൊരു ആഗ്രഹം എനിക്കില്ലായിരുന്നു, സിനിമയാണ് കൊച്ചിയിലേക്ക്. പക്ഷെ അന്നത്തെ ഒരു ഇതും ഇപ്പോഴത്തെ കൊച്ചി നോക്കിക്കഴിഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നൊരു 90% ഒരു 10% ആയിരുന്നു സിനിമ ആഗ്രഹിച്ചു വരുന്നത്. ഇപ്പം അത് 90% ആയി. സിനിമാക്കാരാണ് ഇപ്പൊ കൊച്ചിയിൽ ഫുള്ളായിട്ട്. അപ്പൊ ആ സിനിമാക്കാരെ അപ്രോച്ച് അവരെ ഈ പുതിയതായിട്ട് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചേട്ടനെ ഇങ്ങനെ ഇപ്പൊ എന്തായാലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ്, ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ടോ? അവരെ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ടോ? പുതിയ ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ടോ? ചില ആൾക്കാരൊക്കെ അപ്രോച്ച് ചെയ്യണം. എന്നെ കൊണ്ട് ഗുണമുള്ള ആൾക്കാർ ആരാ ഇപ്പൊ എനിക്കറിയില്ല. ഇങ്ങനെ പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരല്ലാതെ എൻ്റെ അടുത്ത് വരാറുണ്ട് ചില ആൾക്കാരൊക്കെ, എൻ്റെ സുഹൃത്തുക്കൾ വരാറുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെ കാരണം എന്നെയൊക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളായിട്ടും അല്ലാത്ത ആൾക്കാർ. പിന്നെ നമ്മളോടത്തൊരു ഹെൽപ്പ് ചോദിക്കുന്നത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിട്ടും ചെയ്യണമല്ലോ. കാരണം നാളെ അവനെ കൊണ്ട് ഒരു ഹെൽപ്പ് എനിക്ക് തിരിച്ചുണ്ടാവും, അത് ഉറപ്പാണ്. അവനെ കൊണ്ട് അല്ലെന്നുണ്ട് വേറെ ഉറപ്പാണ്, അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയും ഞാൻ ഇങ്ങനെ പുണ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആൾ. ഇത് ഞാൻ ഒരാൾക്ക് അവനിൽ നിന്ന് എന്തെങ്കിലും ഞാൻ കുഞ്ഞു രീതിയിലൊന്നും പ്രതീക്ഷിക്കും. നാളെ ഞാൻ പറയാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവനെ വിളിക്കാമല്ലോ.
ഇപ്പൊ അങ്ങനെങ്കിലും ഉണ്ടാവും. അപ്പം ഞാൻ ചെയ്യും, ഉറപ്പാണ്. ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ സഹായം ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും. കാരണം എനിക്ക് എൻ്റെ അടുത്ത് അങ്ങനെ നോ എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ എവിടെയും കേട്ടിട്ടില്ല അത്രയും. പിന്നെ പടങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി നോ വന്നിട്ടുണ്ട്. അതൊക്കെ നോ പറയുന്നത് നല്ലതാണ്. ആ നോ പറഞ്ഞ പടങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കത്തില്ല, എനിക്കായിരിക്കത്തില്ല. എനിക്ക് ഒന്നിനും നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ ചെയ്യേണ്ട പരിപാടി അത് എന്നിൽ നിന്നാ പോയെ. അതായത് എനിക്ക് വന്നു, എനിക്ക് ഡേറ്റ്സ് ഇല്ല, അപ്പം നല്ല പരിപാടിയാ. ഷോ അതായത് ഇപ്പോഴത്തെ ഏറ്റവും അടിച്ചിരിക്കുന്ന ആ ഒരു നായകന്റെ പടത്തില് അടിപൊളി ക്യാരക്ടർ. അത് എനിക്ക് എന്ത് ചെയ്യും, ഞാൻ ആ കൺഫ്യൂഷനായി. ഞാൻ പോകാൻ റെഡിയായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പടത്തിൻ്റെ ഡയറക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല, പോകാൻ പറ്റില്ല. അതും പുറത്തുള്ള ടീമായിരുന്നു, അടിപൊളി ടീമായിരുന്നു. അപ്പോൾ എനിക്കങ്ങ് ആ വർഷം പക്ഷേ ഇതിനി വേറെ ആര് ചെയ്യും. അപ്പോൾ എന്താ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ, അവനും സിനിമ ഇൻഡസ്ട്രിയിൽ, അവനെ വിളിച്ച് ഞാൻ പറഞ്ഞ ഇതൊരു സംഭവമുണ്ട്, നീ ഇന്ന് വരെ ഒന്ന് കാണും. പിറ്റേ ദിവസം അവൻ ചെയ്ത പടം അത് കഴിഞ്ഞിട്ട് അവൻ വലിയൊരു പടം ചെയ്തു. അങ്ങനെ രക്ഷപ്പെട്ടു. അത് നാളെ തിരിച്ച് അവന് വേറെ പടങ്ങളൊക്കെ വിളിക്കുമായിരിക്കും. വിളിക്കട്ടെ, അവന്റെ ഉത്തരവാദിത്തമാണ്. ഇതാവും കേൾക്കുന്നുണ്ടായിരിക്കും, കേൾക്കണം. പിന്നെയും വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? വരാൻ പോകുന്ന പോലെ കന്നഡ ശേഷ എന്ന പടം, അത് കന്നഡ പടമാണ്. മലയാളത്തിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്, 2 ലാംഗ്വേജ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹിന്ദി പടം വന്നിട്ടുണ്ട്. നല്ലൊരു പ്രൊഡക്ഷനിൽ നല്ല നടനും നല്ല നായകനും നല്ല നായികയും അതിനകത്തൊരു ചെറിയ പരിപാടി ചെയ്യും. അടുത്തൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ ആണല്ലോ നമ്മൾ. കന്നഡ, തമിഴ്, ഇനി ഹിന്ദി, തെലുങ്ക് തെലുങ്ക് ചെയ്തിട്ടില്ല, തെലുങ്ക് പിടിക്കാം. അടുത്തിനിയും അത് ഉടനെ വരും, ഇവിടെ ഉറപ്പായിട്ടും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സിനിമാ പ്രാന്തൻ ചാനൽ ഫോളോ ചെയ്യുന്ന ആളാണോ? പിന്നെ എന്റെ സിനിമ പ്രാന്തന്റെ മെയിൻ ആണ് എന്റെ സഹോദരനല്ലേ, എന്റെ സീനിയറാണ് സായിദേട്ടൻ. സായിദിക്ക ഇവിടെ പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ കോമഡിയാ. എന്റെ സീനിയറാണ്. എന്നെ റാഗ് ചെയ്ത മനുഷ്യനാണ്. അതെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാഴ്ച. എപ്പോഴും ഭയങ്കര നർമ്മത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും എപ്പം വിളിച്ചാലും ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട് വളരെ കുറവാണ്. എനിക്കൊന്നും കോളേജ് കഴിഞ്ഞ് വന്നപ്പം പുള്ളിക്കാരനെ കളക്ടറോ ഏതോ പടം ചെയ്ത് കഴിഞ്ഞ സമയത്തൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്കൊന്ന് വർഷത്തിൽ 2 വർഷം കൂടുമ്പോൾ ഒരിക്കൽ വിളിക്കുന്ന ആൾക്കാരാണ് ഞാൻ പുള്ളി വിളിക്കുന്നത്. അപ്പം കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പം വിളിച്ചാലും വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു പാവം പിടിച്ച മനുഷ്യൻ. ഇത് കേൾക്കുന്ന എനിക്കറിയാം. കോണ്ടാക്ട് ഇല്ലെങ്കിൽ ഒരു ബോണ്ട് ഇപ്പോഴും ഉണ്ടല്ലേ? പിന്നെ നമ്മളില്ലേ, നമ്മുടെ സഹോദരനാണ്. എപ്പോഴും ഫസ്റ്റ് ഇയറിലൊക്കെ ഞങ്ങളുടെ കുറെ തമാശകളുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ക്യാമറ ഓഫ് ചെയ്താൽ കുറച്ചൊക്കെ പറഞ്ഞുതരാം. സായിദൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ്. സായിദക്കയുടെ സുഹൃത്താണ് മിഥുൻ ചേട്ടൻ എന്റെ സുഹൃത്താണ്. അപ്പൊ ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. ഇതുവരെ പടത്തിൽ പുള്ളി എന്നെ വിളിച്ചിട്ടില്ല, ഇനിയും വിളിക്കും. വിളിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞ കാര്യം എന്നോട് പറയുന്നതല്ല, വിളിക്കുന്ന വിചാരിക്കുന്നു. പക്ഷെ എന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ ഇറന്നാലൊക്കെ ചെയ്ത സമയത്ത് എന്നെ പുള്ളി എന്നെ വിളിച്ചു, നീ തമിഴ് അജിത്തിന്റെ ചെയ്യുന്നുണ്ടല്ലേ, കൊള്ളാടാ നീ പാടാ, നമുക്കൊരു പരിപാടി പിടിക്കാടാ എന്ന് പറഞ്ഞ് കണ്ണ് കട്ട് ചെയ്ത. പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ തിരക്ക് വിളിക്കുമായിരിക്കും. നല്ലൊരു പരിപാടിക്ക് വേണ്ടി ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ചിന്തിച്ച് നമുക്ക് അവനൊക്കെ കൊടുക്കുമ്പോൾ നല്ലത് പരിപാടി തരണ്ടേ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനല്ലേ? ഇപ്പൊ GVM ഇപ്പം മമ്മൂക്കയായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു സിനിമ ചെയ്യാണല്ലോ. അതിന്റെ ആ സിനിമയോടുള്ള എക്സ്പെക്ടേഷൻസ് എത്രത്തോളാണ്? മമ്മൂക്കയുടെ പടം കാണാൻ എപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ഇപ്പം ആരോടൊന്നുമില്ല, ഏത് ഡയറക്ഷനോടൊന്നുമില്ല. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ മമ്മൂക്ക പടങ്ങളെല്ലാം അടിപൊളിയാണ്. പ്രമയുഗം, LJP സാറിന്റെ പടം നൻപകൽ, അപ്പം മമ്മൂക്ക എപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുക. മമ്മൂക്കയുടെ പടമൊക്കെ. അപ്പം GVM പുള്ളിക്കാരൻ്റെ ഒരു പടത്തിൽ ഞാൻ ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. പുള്ളിയും ക്രാഫ്റ്റ്മാനാണ്. നല്ല പടമായിരിക്കും പ്രതീക്ഷിക്കാം. സിനിമകൾ ഇപ്പൊ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഇതില് നമുക്ക് ഓരോ ആക്ടേഴ്സിന്റെയും വളർച്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. അതും നമ്മൾ സൈഡിൽ കൂടെ പരിപാടി, മെയിൻ സ്ട്രീം കൂടെ അല്ല, സൈഡിൽ കൂടെ കയറി വരികയാണ്. അങ്ങനെ കയറി വന്നിനി മെയിൻ സ്ട്രീം എത്തുമല്ലോ. അടുത്തിനി നമ്മൾ ഇരിക്കുന്ന അടുത്ത് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇനി ഇങ്ങനെ ഇരിക്കും. അപ്പൊ എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ ഡേറ്റ് തരണം. ഏതെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഒരു ഡേറ്റ് വിളിച്ച് ഞാൻ ബുക്ക് ചെയ്തോളാം സ്ലോട്ട്. അപ്പം ആഗ്രഹിച്ച പോലെ തന്നെ ഒരു വലിയ സ്റ്റാർ ആവാൻ പറ്റട്ടെ. അഭിനയത്തില് എന്താ മമ്മൂക്ക പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ മോൾഡ് ചെയ്ത് തന്നെ നന്നായി വരട്ടെ. ആഗ്രഹിച്ച നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലുങ്കിയൊക്കെ കൊടുത്ത ഒരു തനി മലയാളം ക്യാരക്ടറും കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥന എല്ലാം ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം.